ഇന്ത്യൻസ് ഗുഡ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുണിത്തരങ്ങളുടെ കയറ്റുമതി ബിസിനസ്സിൽ അതിശയിപ്പിക്കുന്ന വിജയം കൈവരിച്ച ഒരു മുംബൈ മലയാളിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ദേവ് എക്സ്പോർട്സിൻ്റെ ഉടമ മിസ്റ്റർ ദേവദാസ്. നമസ്കാരം സർ. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സാറിനെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ദേവദാസ് വാസുദേവൻ. സാറിൻ്റെ ഈ ജീവിത വിജയത്തിൻ്റെ കഥ പറയുമ്പോൾ പ്രത്യേകിച്ചും മലയാളി പ്രേക്ഷകർക്ക്, നമുക്ക് മലയാളികൾക്ക് അറിയാൻ കൂടുതൽ ആഗ്രഹം സാറിൻ്റെ നാട് എവിടെയാണ്. പിന്നെ മുംബൈ സാറിൻ്റെ നാട് തന്നെയാണെന്ന് അറിയാം, പക്ഷെ ജന്മനാട് എവിടെയാണ്, കുടുംബം, അതൊക്കെ ഒന്ന് പറയാമോ? എൻ്റെ നാട് പരവൂർ പുത്തൻകുളം, കൊല്ലം ഡിസ്ട്രിക്റ്റാണ്. അവിടെയാണ് ഞാൻ ജനിച്ചതും. എൻ്റെ 14-15 വയസ്സ് കാലം വരെ ഞാൻ പഠിച്ചതും നിന്നതുമൊക്കെ. ഫാമിലി എൻ്റെ ബോംബെയിൽ തന്നെയാണ് താമസം. ഞങ്ങൾ സെറ്റിൽ ഇൻ ബോംബെ. എൻ്റെ ആമക്കൾ രണ്ടുപേരും വിവാഹം കഴിച്ചു. മൂത്ത മോൾ പഠിത്തം കഴിഞ്ഞു. ഇപ്പം 2 മാസമായി അവർ മാസ്റ്റർ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു RBL ബാങ്കിൽ ജോലിയിൽ ജോയിൻ ചെയ്തു. ഇളയ മോള് ഇപ്പം 11th പഠിക്കുന്നു. എൻ്റെ മിസ്സസും ഇവിടെ വരും. അക്കൗണ്ട് സെക്ഷൻ കംപ്ലീറ്റ് എൻ്റെ മിസ്സസാണ് നോക്കുന്നത്. ഞാൻ ടെക്നിക്കൽ, പർച്ചേസിങ്, പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ഞാൻ ഹാൻഡിൽ ചെയ്തു അപ് ടു എക്സ്പോർട്ട്. എങ്ങനെയാണ് മുംബൈയിൽ എത്തിച്ചേർന്നത്? ആ യാത്ര എങ്ങനെയായിരുന്നു? മുംബൈയിൽ എത്തിച്ചേർന്നതിൻ്റെ ഇടയിൽ പല സ്ഥലങ്ങളും കറങ്ങിയാണ് വന്നത്. ആദ്യം ഞാൻ തമിഴ്നാട്ടിലുണ്ടായിരുന്നു. അവിടെ ജോലി ചെയ്തു ഒരു കടയിൽ. അത് കഴിഞ്ഞ് ബോംബെയിൽ വന്നു. ബോംബെയിൽ വരുന്നതിന് മുമ്പ് ഞാൻ ബിലായിലുണ്ടായിരുന്നു, മധ്യപ്രദേശ് ബിലായി. അവിടെ ഒരു കടയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു, തയ്യക്കടയിൽ. അവിടെ നിന്ന് ഞാൻ ബോംബെയിൽ വന്നു. ബോംബെയിൽ കുറച്ച് കാലം ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ കൽക്കത്തയിൽ പോയി, അവിടെ ജോലി ചെയ്തു. അവിടെ നിന്ന് വീണ്ടും ബോംബെയിൽ വന്നു. പിന്നെ ഡൽഹിയിൽ പോയി ജോലി ചെയ്തു. ഈ ഡൽഹിയിൽ പോയി ജോലി ചെയ്തെങ്കിലും ഇതെല്ലാം 5-6 മാസം ചെയ്തെങ്കിലും ഞാൻ വീണ്ടും തിരിച്ച് ബോംബെയിലെത്തി. കാരണം ബോംബെയുടെ എനിക്കൊരു പ്രത്യേകത എന്ന് വെച്ചാൽ എൻ്റെ നൈറ്റ് ക്ലാസ് പഠിക്കാനും എക്സ്പീരിയൻസ് എടുക്കാനും നല്ലൊരു സ്ഥലമായിട്ട് കണ്ടു ബോംബെ. ഞാൻ ജോലി ചെയ്ത് ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയിലായിരുന്നു, റെഡിമെയ്ഡ് ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ നൈറ്റ് ക്ലാസ്സിൽ പോയിട്ട് ടൈലറിങ്ങിൻ്റെ, ഫാഷൻ ഡിസൈനിങ്, കട്ടിങ്, അതിൻ്റെ ഡിസൈനിങ്ങൊക്കെ പഠിക്കുമായിരുന്നു. അപ്പോൾ അത് പഠിച്ചിട്ട് ഇരിക്കുമ്പോഴേ ഞാൻ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ജോലിയിൽ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തു. ടൈം ഞാൻ നോക്കാറില്ല. 12 മണിക്കൂറോ 16 മണിക്കൂറോ എൻ്റെ ജോലി കംപ്ലീറ്റ് ചെയ്യും. അതിൻ്റെ ഒരു പ്രത്യേക സപ്പോർട്ട് എൻ്റെ സീനിയേഴ്സിനുണ്ടായിരുന്നു. അപ്പോൾ ജോലി പഠിക്കാൻ കിട്ടി ഫാസ്റ്റായിട്ട്. അപ്പം പല കമ്പനികളും ചേഞ്ച് ചെയ്തു ജോലി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോയി. ടൈലറിംഗ് സൂപ്പർവൈസിംഗ് നിന്ന് കട്ടിംഗ് നിന്ന് ഡിസൈനിങ് ആൻഡ് ഫാഷൻ മാനേജർ. പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തപ്പോഴും ഇതേ മേഖലയിൽ തന്നെയായിരുന്നു. സെയിം ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയിൽ തന്നെയായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് കട്ടിങ് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ പ്രൊഡക്ഷൻ ഇൻചാർജായിട്ട് ജോലി ചെയ്ത് അവിടെ നിന്ന് വിട്ടിട്ടാണ് ഞാൻ എൻ്റെ സ്വന്തം ജോബ് വർക്ക്, അതായത് വേറൊരു കമ്പനിയിൽ നിന്ന് അവരുടെ തുണി കൊണ്ടുവന്ന് നമ്മൾ തയ്ച്ച് കൊടുക്കുക. അപ്പം അതിനുവേണ്ടി വാടകയ്ക്കൊരു സ്ഥലം ഞങ്ങളെടുത്ത് കുറച്ച് ഇന്ത്യൻ ചെറിയ മെഷീനും ഇട്ട് ഞങ്ങളവിടെ തുടങ്ങി, ഞാനും എൻ്റെ ഒരു പാർട്ട്ണറും ചേർന്നിട്ട്. 2 വർഷം നടത്തിയതിന് ശേഷം എൻ്റെ പാർട്ട്ണർ സെപ്പറേറ്റാക്കി, ഞാൻ സെപ്പറേറ്റായി. 2 പേരും അടുത്തടുത്ത് ഓരോ യൂണിറ്റ് വിലയ്ക്ക് വാങ്ങി. 2 വർഷം വീണ്ടും കണ്ടിന്യൂ ചെയ്ത് ജോബ് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എക്സ്പോർട്ട് തുടങ്ങി. ഏത് വർഷമാണ് ഇപ്പോൾ സാർ മുംബൈയിലെത്തിയത്? പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ട്
ഞാൻ 73-74 ബോംബെയിലെത്തി. 73-74 ബോംബെയിലെത്തി. എങ്കിലും ഞാൻ ലാസ്റ്റ് വന്നത് ബിലായിൽ നിന്നാണ് ഞാൻ ബോംബെയിലേക്ക് വന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ ഇവിടെ ജോലിക്ക് കിട്ടുമെന്ന് പറഞ്ഞ് എനിക്ക് സാഹചര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചു. ഞാനങ്ങനെ ഇവിടെ വന്നു. സാർ 40 വർഷമായിട്ട് ഈ മേഖലയിൽ തന്നെ പ്രവർത്തിക്കുകയാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ഒരു സ്ഥാപനം ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു വലിയ സ്ഥാപനത്തിൻ്റെ ഉടമയാണ്. എവിടെ നിന്നായിരുന്നു ഈ ഒരു മേഖലയോടുള്ള താല്പര്യത്തിൻ്റെ തുടക്കം? താല്പര്യത്തിൻ്റെ തുടക്കം എന്ന് വെച്ചിരുന്നാൽ എൻ്റെ ബിഗിനിങ്ങിൽ എൻ്റെ അച്ഛൻ കൊണ്ടാക്കിയത് ബാലമന്ദിരം തിരുവഞ്ചൂർ, കോട്ടയം. അതെന്നെ അമ്മയില്ലാത്ത എന്നെ ചീത്തയായി പോരെന്നുള്ള അച്ഛൻ്റെ ഒരു ആശയം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അച്ഛൻ എന്നെ അവിടെ ബാലമന്ദിരം തിരുവഞ്ചൂരിലാക്കി. അപ്പം ബാലമന്ദിരം തിരുവഞ്ചൂരിൽ 3 വർഷം ഞാനുണ്ടായിരുന്നു. അപ്പോൾ ആ 3 വർഷം അവിടെ എനിക്ക് ക്ലാസ്, സ്കൂളും അതിൻ്റെ ഇടയിൽ ഒരു സബ്ജക്റ്റ് നമുക്ക് ടെക്നിക്കലായിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ടെക്നിക്കലായിട്ടുള്ള ഒരു സബ്ജക്റ്റിൽ ഞാൻ എടുത്തത് ടൈലറിംഗ് ആയിരുന്നു. അപ്പം ടൈലറിങ്ങിൽ ഞാൻ അവിടെ നിന്ന് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എൻ്റെ പഠിത്തത്തിൻ്റെ കൂടെ അതും ഞാൻ പഠിച്ചു. അപ്പോൾ ഞാനവിടെ 10 വരെ പഠിച്ചിട്ടുള്ളൂ. തിരുവഞ്ചൂർ സ്കൂളിൽ 8, 9, 10ൻ്റെ പകുതി ഇത്രയേ പഠിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വെളിയിൽ വന്ന് വീണ്ടും പഠിച്ചത്. അപ്പം ആ ഒരു ടൈലറിങ്ങിൻ്റെ ഒരു ബേസ് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ലൈഫിൽ മുന്നോട്ട് പോയത്. അപ്പം എവിടെ പോയാലും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ടൈലറിങ് അറിയാം, അപ്പം നമുക്ക് ജീവിക്കാം. ഇപ്പോൾ ടൈലറിങ് കടയില്ലാത്ത നാടില്ലല്ലോ, എവിടെ പോയാലും ഉണ്ടാവും. അപ്പോൾ ഞാനങ്ങനെ തമിഴ്നാട്ടിലെത്തി, വൃതാചലം, നെയ്വേലി, അവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഭിലായിലെത്തി. ഭിലായിൽ സ്റ്റീൽ പ്ലാന്റ്, അവിടെ ഒരു കടയിൽ ജോലി ചെയ്തു. അവിടെ നിന്നാണ് ഞാൻ ബോംബെയിലേക്കുള്ള എൻ്റെ വരവ്. ബോംബെയിലും വന്നിട്ട് ഞാൻ ഒരു കടയിൽ കയറിയെങ്കിലും 2 മാസം 1 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ വീണ്ടും ഒരു ഗാർമെൻറ്റ്, അതായത് എക്സ്പോർട്ട് യൂണിറ്റിലേക്ക് ജോലി അന്വേഷിച്ച് മാറി. ആ എക്സ്പോർട്ട് യൂണിറ്റിൽ അന്ന് കയറിയത് ഇന്ന് വരെ ആ എക്സ്പോർട്ടിൻ്റെ ബിസിനസ്സിലും ജോലിയിലും തന്നെ കയറിയിരുന്നു. വേറെ വീണ്ടും തിരിഞ്ഞ് കടകളിലോ കടയുടെ സ്റ്റൈലിലോ പോയില്ല. അപ്പോൾ ഗാർമെൻറ്റ് ഇൻഡസ്ട്രി എക്സ്പോർട്ട് ഡിവിഷനിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ പകൽ ജോലി ചെയ്യുമായിരുന്നു, രാത്രി നൈറ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. അതായത് ബോംബെ ടൈലറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി രാത്രി നമുക്ക് കട്ടിങ്, ഡിസൈനിങ്ങും ഒക്കെ പഠിക്കാനായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കി തന്നിരുന്നു. അപ്പം അത് ഞാൻ യൂസ് ചെയ്തു. എൻ്റെ ജോലി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയി പഠിക്കുമായിരുന്നു. അവിടെ നിന്നുള്ള ആ ഒരു സപ്പോർട്ടും പഠിത്തവും പിന്നെ നമ്മുടെ ഈ ടെക്നിക്കൽ ജോലി ചെയ്യുന്ന എക്സ്പീരിയൻസും വെച്ചിട്ട് ഞാൻ ഫാസ്റ്റായിട്ട് ഓരോ സ്റ്റെപ്പ് ഓടി. അതായത് തയ്യലിൽ നിന്ന് കട്ടിങ്ങിൽ നിന്ന് പ്രൊഡക്ഷൻ ഇൻചാർജ്, പ്രൊഡക്ഷൻ മാനേജർ, അവിടെ വരെ ഓടി. അപ്പം ഡിസൈനിങ്ങും അറിയാം, കട്ടിങ്ങും അറിയാം, സ്റ്റിച്ചിങ് അറിയാം, മെഷീൻ്റെ എല്ലാ ജോലികളും അറിയാം. അപ്പം നമുക്ക് ഓരോ കമ്പനികളും, അന്നത്തെ എൻ്റെ ഏജും വളരെ ചെറുതായിരുന്നു. അപ്പം എന്നെ ഒരുപാട് ഡിമാൻഡ് ഉണ്ടായിരുന്നു. ദേവദാസിന് നമുക്ക് ജോലിക്ക് കിട്ടിയാൽ കൊള്ളാം. ഹാർഡ് വർക്കായിരുന്നു. 12 മണിക്കൂറോ 14 മണിക്കൂറോ ഞാൻ 24 ഹവേഴ്സും കമ്പനി ജോലി ചെയ്യും. അപ്പം ഷിപ്മെൻറ്റാണ് എൻ്റെ, നാളെ ഷിപ്മെൻറ്റ് പോകണം. അതെൻ്റെ ഞാൻ ജോലി ചെയ്യുന്ന കമ്പനി എന്നുള്ളതല്ല, എനിക്ക് ആ ഗൂഡ്സ് അയക്കണം. എനിക്ക് അന്ന് ഓവർ ടൈം തരികയോ അല്ലെങ്കിൽ എനിക്ക് എക്സ്ട്രാ പൈസ കിട്ടുക അങ്ങനെയൊന്നുമില്ല. പക്ഷേ എൻ്റെ ജോലി കംപ്ലീറ്റ് ചെയ്താൽ ഞാൻ വീട്ടിൽ പോകില്ലായിരുന്നു. ജോലി തീർക്കണം. പിന്നെ ഈ കമ്പനിയിൽ ജോലി ചെയ്യാതെ സമയം അവിടെ നിന്ന് എടുത്തിട്ട് വന്നിട്ട് വേറെ ഈ
സൈഡ് കാര്യങ്ങൾക്കൊന്നും ഞാൻ പോകില്ലായിരുന്നു. എനിക്കത് ഇൻട്രസ്റ്റിംഗ് അല്ലായിരുന്നു. എൻ്റെ ഇൻട്രസ്റ്റിംഗ് കംപ്ലീറ്റ് ഈ ജോലിയും കമ്പനിയും ആയിരുന്നു. പിന്നെ ചെയ്യുന്ന ജോലിയിൽ വളരെ കോൺസെൻട്രേഷനും വളരെ ഡീസൻറ്റും. കാരണം ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ബോസിൻ്റെ ലാക്സ് ഓഫ് റുപ്പീസ് വേസ്റ്റാവും. കാരണം ഇത് ഈ എക്സ്പോർട്ടിൽ ഉണ്ടാക്കുന്ന എക്സ്പോർട്ട് യൂണിറ്റിൽ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലിൽ 5, 10, 1000, 10,000 പീസുകളാണ്. അപ്പോൾ എന്തെങ്കിലും ഫർമയിലോ പാറ്റേണിലോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ആ ലോട്ട് കംപ്ലീറ്റ് ചിലപ്പോൾ റിജക്റ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് വളരെ കോൺസെൻട്രേഷനും വളരെ സ്ട്രിക്റ്റായിട്ടും ചെയ്യില്ലെങ്കിൽ മാത്രമേ അതിൽ സക്സസ് ആകാൻ പറ്റൂ. സാറിപ്പോൾ സാറിൻ്റെ വിജയ വഴിയുടെ അല്ലെങ്കിൽ ജീവിതയാത്രയുടെ കഥ പറയുമ്പോൾ കഠിനാധ്വാനം തീർച്ചയായിട്ടും സാറിൻ്റെ വിജയത്തിൻ്റെ പിന്നിലെ ഒരു രഹസ്യമെന്നല്ല, കഠിനാധ്വാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ സാർ ഇതിൽ ഒരുപാട് പ്രതിസന്ധികളൊക്കെ അഭിമുഖീകരിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ വിജയത്തിൻ്റെ വഴിയിൽ കഠിനാധ്വാനം പോലെ തന്നെ മറ്റെന്തെങ്കിലും രഹസ്യങ്ങളുണ്ടോ സാറിൻ്റെതായ വിജയത്തിലേക്കുള്ള വഴി? മറ്റുള്ള എന്താ എൻ്റെ വേറെ രഹസ്യങ്ങളെന്ന് വെച്ചിരുന്നാൽ ഇതിൽ നേരെ പോവാ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിരിക്കണം. ഒരു മനുഷ്യൻ്റെ ഒന്നും നമ്മൾ ആഗ്രഹിക്കാറില്ല ഇന്നത് നമുക്ക് എടുക്കണമെന്നുള്ള. പിന്നെ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലം കുറഞ്ഞ് കിട്ടിയിരുന്നാലും അതിൻ്റെ എക്സ്പീരിയൻസ് ആണിന്ന് ഞാനിവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഫോറിൻ ബയേഴ്സ് വരുന്നവർക്കും എന്നുമായിട്ട് വളരെ കോണ്ടാക്റ്റിലും കമ്മ്യൂണിക്കേഷനിലും ആയിരുന്നു. കാരണം അവരുടെ ഡിസൈനുകളും അവരുടെ കാര്യങ്ങളും വളരെ ഡീസൻ്റായിട്ട് ഞാൻ ചെയ്ത് കൊടുക്കുമായിരുന്നു. വിത്തൗട്ട് എനി റിജക്ഷൻ എൻ്റെ കമ്പനികളിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. നോട്ട് എ സിംഗിൾ റിജക്ഷൻ. ഇന്ന് വരെ എൻ്റെ കമ്പനിക്കുള്ളിലൊരു ക്യാൻസലേഷൻ ആയിട്ടില്ല, റിജക്ഷൻ ആയിട്ടില്ല. കാരണം അത്രയും ടെസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ ചെയ്തിട്ടാണ് ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ലോക്കൽ മാർക്കറ്റിൻ്റെ ബിസിനസ്സും എക്സ്പോർട്ടും അത് 100% ഡിഫറെൻറ്റാണ്. ഇപ്പം വളരെയധികം ടൈം 12 മണിക്കൂറാവും, 14 മണിക്കൂറാവും ജോലി ചെയ്യണം. അത് വളരെ ഡീസൻ്റ് ആയിരിക്കണം. അതിനുള്ള കാര്യങ്ങളെല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിരിക്കണം. ക്വാളിറ്റി കോൺഷ്യസ്, ഡെലിവറി ടൈം, ഷിപ്മെൻറ്റ് ടൈം, ക്വാളിറ്റി ആൻഡ് all the way materials including so many materials including ഒരു ഗാർമെൻറ്റിൽ അറ്റാച്ച് ചെയ്യുന്നു. ഒന്നും കളർ പോവുകയോ റിജക്ഷനായിട്ട് പോവുകയോ ഡാമേജ് ആവുകയൊന്നും പാടില്ല. എൻ്റെ സ്ട്രിക്റ്റ് ഒരു ഇതാണ്, എൻ്റെ ഗൂഡ്സ് പോകുന്ന 100% ക്ലിയർ ആയിരിക്കണം. എനി ഡൗട്ട് ഞാൻ ഇവിടെ റിജക്റ്റ് ചെയ്യും, പക്ഷേ എൻ്റെ ബയേഴ്സിന് പോകാൻ പാടില്ല. അതുകൊണ്ട് ഇന്ന് എൻ്റെ ഫോറിൻ ബയേഴ്സ് 23 വർഷമായി ഈ റിഗാട്ടയായിട്ട് ഞാൻ ജോലി ചെയ്യുന്നു. ഫോറിൻ കസ്റ്റമറുമായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ ബയേഴ്സിനെയും ചേഞ്ച് ചെയ്യാറില്ല. ഇന്നൊരു ബയർ, നാളെ വേറൊരു കസ്റ്റമർ, മറ്റൊന്ന് വേറൊരു കസ്റ്റമർ, അതെനിക്ക് ഇഷ്ടമല്ല. എൻ്റെ സപ്ലയറും 10, 15, 20 വർഷമായിട്ട് എനിക്ക് സപ്ലൈ ചെയ്യുന്നു. എൻ്റെ സ്റ്റാഫ് 10, 30 വർഷമായിട്ട് എൻ്റെ അടുത്ത് ജോലി ചെയ്യുന്നു. അപ്പം ഇതിനെല്ലാം ബാക്ക്ഗ്രൗണ്ട് എന്ന് വെച്ചിരുന്നാൽ നമ്മളെ ചെയ്യുന്ന കാര്യങ്ങളും പറയുന്ന കാര്യങ്ങളും വെരി ക്ലിയർ ആയിരിക്കണം. മീൻസ് വെരി സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള കാര്യം ലൈഫിൽ പോയെങ്കിൽ വിജയം 100% ഷുവറാണ്. സാറിൻ്റെ ഈ സംരംഭത്തിൽ എത്ര പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? 200-നുള്ളിലുള്ള വർക്കേഴ്സ് ഉണ്ട്. ടോട്ടൽ ഫാക്ടറിയിൽ 200 പേരിനുള്ളിലുണ്ട്. അത് ചിലപ്പം അതിൽ കുറച്ച് കൂടും. ഇപ്പം ഈ കോവിഡിൻ്റെ പ്രശ്നത്തിൽ കുറച്ച് പ്ലസ് മൈനസ് ഉണ്ട്. പക്ഷേ അപ്രോക്സിമറ്റ്ലി 200 പീപ്പിൾ ആർ വർക്കിംഗ് അണ്ടർ മീ. പുതിയ തലമുറയിലും ഇപ്പം എൻ്റെ തലമുറയിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികൾക്കിടയിലാണെങ്കിലും സംരംഭകരാകാൻ കൊതിക്കുന്ന ആൾക്കാർ കുറേ ഉണ്ടാവും. അല്ലെങ്കിൽ 1-2 തവണ പാളിപ്പോയത് കൊണ്ട് അതിൽ നിന്ന് പിന്തിരിഞ്ഞവരുണ്ടായിരിക്കും. അല്ലെങ്കിൽ ആ റിസ്കിനെ പേടിച്ച് ഈ മേഖലയിലേക്ക് ഇറങ്ങാൻ വിസമ്മതിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഈ യുവതലമുറയിൽ പെട്ടവരോട് സാറിൻ്റെ കഥ തന്നെ വളരെ മോട്ടിവേഷൻ തരുന്ന ഒന്നാണ്. അപ്പം സാർ വളരെ കാര്യങ്ങൾ പറഞ്ഞു, ഹാർഡ് വർക്ക് പറഞ്ഞു, എല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടെന്ന് പറഞ്ഞു, പിന്നെ വിടാതെ ആ ലക്ഷ്യത്തിനെ പിന്തുടരുന്ന കഥ പറഞ്ഞു. അല്ലെങ്കിൽ സാറിൻ്റെ കസ്റ്റമേഴ്സും ക്ലയൻസും സ്റ്റാഫും ഒക്കെ എങ്ങനെയാണ്
ആ ഒരു തൊഴിലുടമ എന്ന നിലയിൽ സാറിനോട് അലീജിയൻസ് ഇപ്പോഴും കാണിക്കുന്നു, വർഷങ്ങളായിട്ട് 30 വർഷമായിട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ വരുന്ന തലമുറയോട് സാറിന് പറയാനുള്ള സന്ദേശം ഇതൊക്കെ തന്നെയാണോ? പുതിയ തലമുറകളായിരുന്നാലും പഴയ തലമുറയായിരുന്നാലും അവർ ചെയ്യുന്ന ജോലി, ചെയ്യുന്ന അവരുടെ ലക്ഷ്യം അത് പൂർണ്ണമായിട്ടും തലയിൽ വെച്ചിട്ട് തന്നെ നടക്കണം. എൻ്റെ ലക്ഷ്യത്തിലെത്തണം. ആ ലക്ഷ്യം വിട്ടിട്ട് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അതിന് ഇടയിൽ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും, തടസ്സങ്ങളുണ്ടാവും. ചിലപ്പം ചില തോൽവി സംഭവിക്കും. മീൻസ് നമ്മൾ അറിയാതെ എന്തെങ്കിലും ഒരു തെറ്റ് നമ്മുടെ കണ്ടിന്യൂഷനിൽ വരും. അതൊരു തെറ്റല്ല. അപ്പം വീണ്ടും അതങ്ങ് വിട്ടിട്ട് നമ്മൾ ബാക്കടിക്കുകയാണെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. പിന്നോട്ട് മാറണ്ടെന്ന്, നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യത്തിന് എത്താനായിട്ട് വീണ്ടും ശ്രമിക്കുക, വീണ്ടും ഫൈറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും സ്വന്തമായിട്ട് മാറും. നമുക്ക് നേരെ ലൈൻ കിട്ടും. എൻ്റെ ജീവിതത്തിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം പുതിയ തലമുറ? എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. അതിപ്പം പറയാമെന്ന് വെച്ചിരുന്നാൽ ഒരുപാട് ഓർമ്മയായിട്ട് നമ്മുടെ കമ്പനികളിലും എത്തിയിട്ടുണ്ട് അന്നത്തെ സമയത്ത്. പക്ഷെ അതിനൊന്നും അങ്ങനെ ഒരു പേടി എനിക്കുണ്ടായിട്ടില്ല. ഈ അതെന്താവും ഇതെന്താവും അല്ല അങ്ങനെയുള്ള പേടികളൊന്നും എന്നും എനിക്കില്ല, അന്നുമില്ല. വരുന്ന കാര്യങ്ങൾ അപ്പം ഞാൻ സോൾവ് ചെയ്യും. അതൊരു എൻ്റെ ഒരു ഹാബിറ്റാണ്. ഞാൻ ഒന്നും പെൻഡിങ്ങിൽ വയ്ക്കില്ല. ഞാൻ ഒന്നും നാളെ നോക്കാം, പിന്നെ നോക്കാം. അല്ലെങ്കിൽ ഗാർമെൻറ്റ് ഇൻഡസ്ട്രിയിൽ ഒരിതുണ്ട്, നാളെ എന്നുള്ള വേർഡില്ല. എല്ലാം ഇന്ന്, ഇപ്പം. ഞാൻ എൻ്റെ സൊസൈറ്റികളിലായാലും, ഞാൻ എൻ്റെ സെക്രട്ടറിഷിപ്പായാലും പ്രസിഡൻഷിപ്പായാലും ഞാൻ എല്ലാം നോക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഞാൻ എൻ്റെ കൂടെ ഉള്ളവരുടെ എക്സ്പീരിയൻസ് ഞാൻ യൂസ് ചെയ്യും. കാരണം അവരുടെ എക്സ്പീരിയൻസിൽ നിന്നും ഒരുപാട് പഠിക്കാൻ കിട്ടും നമുക്ക്. അതായത് ഇപ്പം നിങ്ങളുടെ ലൈനും നിങ്ങളുടെ എക്സ്പീരിയൻസും വേറെയാണ്. അപ്പം നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടി എനിക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. ഞാൻ എല്ലാത്തിലും ഫസ്റ്റ് എന്നുള്ളതിൽ ഒരർത്ഥവുമില്ല. ഈച്ച് പേഴ്സൺ ഹാവ് ദെയർ ഓൺ എക്സ്പീരിയൻസ്. അപ്പോൾ അവർ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ടാവും, നമ്മൾ വിജയിക്കും, നമ്മൾ ചെയ്യുന്ന ജോലി സക്സസ് ആവും. അപ്പോൾ ഇവിടെയും എൻ്റെ കമ്മിറ്റിയും ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ എല്ലാവരെയും ഒരുമിച്ചെടുത്ത് നടക്കുക. ഞാൻ എൻ്റെ ലക്ഷ്യം എൻ്റെ ഇൻഡസ്ട്രിയിലുള്ള ഒരു ഓണേഴ്സിനും ഡിഫിക്കൽറ്റി ഉണ്ടാകാൻ പാടില്ല, തടസ്സങ്ങളുണ്ടാകാൻ പാടില്ല അവരുടെ ബിസിനസ്സിൽ. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചിരുന്നാൽ എല്ലാ ബാക്ക്ഗ്രൗണ്ടുകളും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ എന്തെങ്കിലും ഒരു തടസ്സം വന്നെന്ന് വെച്ച് ബാക്കടിക്കുകയോ അല്ലെങ്കിൽ നിരാശയാകുകയോ അല്ലെങ്കിൽ വിട്ടിട്ട് തിരിഞ്ഞു നടക്കുക, അത് പറ്റില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞിരുന്നാൽ പിന്നെ അവർ എങ്ങനെ സക്സസ് ആവും? സക്സസ് ആകുന്നതിന് ലക്ഷ്യം വെച്ച് നടക്കുക തന്നെ. ചിലപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ 1 കിലോമീറ്ററിൽ ചിലപ്പോൾ എത്തും ആ ലക്ഷ്യത്തിൽ. ചിലപ്പം കുറച്ച് വഴി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 2-4 കിലോമീറ്റർ നടക്കേണ്ടി വരും. അത് നടക്കുക, പക്ഷേ ലക്ഷ്യത്തിലെത്തുമല്ലോ. അതാണ് എല്ലാ തലമുറകൾക്കും, ഈ വരുന്ന തലമുറകൾക്ക് വേണമെന്ന്. ഷോർട്ട് കട്ടിലൊന്നും കിട്ടില്ല. കുറച്ച് ഹാർഡ് വർക്ക്, കുറച്ച് ബുദ്ധിമുട്ടുകൾ, കുറച്ച് വിഷമങ്ങൾ പലതും ഉണ്ടാവും. പക്ഷേ പിന്തിരിയാൻ പാടില്ല. പിന്തിരിഞ്ഞു കഴിഞ്ഞിരുന്നാൽ തോൽവി ഞാൻ സമ്മതിക്കും. എനിക്കത് ഇഷ്ടമല്ല. ഒരു പ്രസ്ഥാനത്തിൽ എനിക്ക് തോൽവി ഇഷ്ടമല്ല. അതാണ് എൻ്റെ ഞാൻ എൻ്റെ കുട്ടികളുടെ അടുത്തും എൻ്റെ വർക്കേഴ്സിൻ്റെ അടുത്തും എല്ലാവരോടും അത് തന്നെ പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ ഹെൽപ്പറായിട്ട് ഒരാൾ വന്നു, നാളെ അയാൾ വേറെ സ്ഥാനത്തേക്ക് എത്തും. അയാളിപ്പോൾ ലൈഫ് മുഴുവനും ആ ജോലി ചെയ്യൂ? ഇല്ല, പഠിച്ച് മുന്നോട്ട് പോകും. അതിനുള്ള സന്ദർഭം കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. അതാണ് ഞാൻ ചെയ്യാറുള്ളത്. എൻ്റെ അടുത്ത് 500-1000 രൂപയ്ക്ക് ജോലി ചെയ്തവരോ 2000-3000 ജോലി ചെയ്തവർ ഇന്ന് 30,000 രൂപ ശമ്പളം എടുത്ത് ജോലി ചെയ്യുന്നുണ്ട്. കാരണം
അവർ പഠിച്ചു, അവർ കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പം 4 കമ്പനികൾ മാറിയ അല്ലെങ്കിൽ നാട്ടിൽ പോവുക അല്ലെങ്കിൽ തിരിഞ്ഞ് ഓടുക അങ്ങനെ ചെയ്തിട്ടില്ല. അവർ നിന്ന് പഠിച്ചു. ഇപ്പോൾ അവരൊക്കെ അവരവരുടെ സ്ഥാനത്തെത്തി. അപ്പം വിജയത്തിന് സപ്പോർട്ട് വേണം. സപ്പോർട്ട് ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലും നമ്മൾ ഫൈറ്റ് തെളിയും. അതാണ് ഞാൻ എൻ്റെ ന്യൂ ജനറേഷനോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ കുട്ടികളോടും അത് തന്നെ പറയുന്നത്, ഫൈറ്റ് ചെയ്യുക, അല്ലാതെ പിന്മാറരുത്. ഇത്രയും പ്രചോദനകരമായ ഒരു വിജയകഥ ഞങ്ങളോടൊപ്പം പങ്കുവെക്കാൻ സാറിൻ്റെ വളരെ തിരക്ക് പിടിച്ച ജീവിതമാണെന്നറിയാം. അതിൽ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച സാറിന് ഞങ്ങളുടെ പേരിലും ഞങ്ങളുടെ പ്രേക്ഷകരുടെ പേരിലും നന്ദി അറിയിക്കുന്നു. താങ്ക് യു.